ചൈന ടൗൺ ലോകത്ത് എല്ലാ പ്രധാന നഗരങ്ങളിലും എല്ലാ പ്രധാന നഗരങ്ങളിലും നമുക്ക് കാണാവുന്ന ഒരു ഷോപ്പിംഗ് ഏരിയ, അല്ലെങ്കിൽ ചൈനക്കാരുടെ കൂടുതൽ താമസിക്കുകയും അവരുടെ കച്ചവട വാണിജ്യ വ്യവസായങ്ങൾ നിൽക്കുകയും ചെയ്യുന്ന സ്ഥലത്തിനാണ് സാധാരണ ചൈന ടൗൺ എന്ന് അറിയപ്പെടുന്നത്. ഇത് ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളുടെയും എല്ലാ പ്രധാന നഗരങ്ങളിലും ചൈന ടൗൺ ഉണ്ടാവും. സാധാരണ ആ രാജ്യത്ത് പോകുന്ന ടൂറിസ്റ്റുകൾ ഷോപ്പിങ്ങിനായി ആശ്രയിക്കുന്നത് ഇത്തരം ചൈന ടൗണുകളാണ്. ചൈന ടൗണിലേക്ക് സിംഗപ്പൂരിൽ നമ്മൾ അതിനടുത്തുള്ള സ്റ്റേഷനിലാണ് പോയത്, മെട്രോ സ്റ്റേഷൻ. അതിൽ നിന്ന് ഇറങ്ങി ഒരു മേൽപ്പാലം വഴി ചൈന ടൗണിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് ഒരു ഗാർഡൻ പോലെ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് മേൽപ്പാലങ്ങൾ. ഫ്രെയിം എങ്ങോട്ട് തിരിച്ചു വെച്ചാലും മനോഹരമായ കാഴ്ചകളാണ്. നമ്മൾ സ്റ്റെയർകേസ് ഇറങ്ങി താഴെ പോകുമ്പോൾ ചൈന ടൗണാണ് നമ്മുടെ ഇരുവശത്തും. രാവിലെയാണ്, ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇതിന് ഏകദേശം 8ഓളം എൻട്രൻസുകളുണ്ട്. അതിൽ ഒന്നിൽ കൂടെയാണ് ഞാൻ കയറിപ്പോകുന്നത്. ഇവിടുത്തെ പ്രധാന റെസ്റ്റോറൻറ്റുകളും കാസിനോകളും ഒക്കെ തുറന്ന് വരുന്നതേ ഉള്ളൂ. അത് ഫുൾ സ്വിങ്ങിലെത്താൻ ഉച്ചയോളം ആവും. രാവിലെ ഉറക്കം എണീറ്റ് വരുന്നേ ഉള്ളൂ. എല്ലാവരും ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. മെട്രോ സ്റ്റേഷൻ്റെ പല എൻട്രൻസുകളുണ്ട്. അതിൽ നമുക്ക് ഏത് എൻട്രൻസ് വഴിയും അകത്ത് കയറാം. രാവിലെ കാണാൻ പറ്റുന്ന പ്രധാന കാഴ്ചകൾ ടൂറിസ്റ്റുകളെയാണ്. ചില റെസ്റ്റോറൻറ്റുകൾ ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഭൂരിഭാഗം റെസ്റ്റോറൻറ്റുകളും അടഞ്ഞു കിടക്കുകയാണ്. ഒരു 11-12 മണിയൊക്കെ ആകുമ്പോഴേ അവർ സാധാരണ തുറക്കാറുള്ളൂ. പക്ഷേ ഷോപ്പിംഗ് ചെറിയ കാർട്ടുകളെല്ലാം തുറന്നിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഇനി തുറക്കാനുള്ളൂ. പലതരം സാധനങ്ങളാണ് വിൽക്കുന്നത്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പലരും, ടൂറിസ്റ്റുകളും അല്ലാത്തവരും, ഇതിൽ എല്ലാ സാധനങ്ങളും നോക്കി നിൽക്കുകയാണ്. വാങ്ങുന്നവരുടെ എണ്ണം കുറവാണ്. പലരും വില ചോദിച്ച് ബാർഗെയിൻ ചെയ്ത് അടുത്ത ഷോപ്പിലേക്ക് പോകാം. നമ്മുടെ ഫ്രൂട്ട്സ്, ചക്കയും മാങ്ങയും എല്ലാം റെഡിയാണ്. ചക്ക കഴിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ചെറിയ ഗ്രോസറി പോലെയുള്ള ഷോപ്പുകളും തുറന്നിട്ടുണ്ട്. കൂടുതലും സ്ത്രീകൾക്ക് അണിയാവുന്ന ചെറിയ ആഭരണങ്ങളും അത്തരത്തിലുള്ള സാധനങ്ങളുടെ ഷോപ്പുകളാണ് ഈ ഏരിയയിൽ കൂടുതൽ. വസ്ത്രങ്ങൾ വിൽക്കുന്നവയും കുറവല്ല. അതുകൊണ്ട് തന്നെ സുവനീർ മേടിക്കാനും മറ്റുമായിട്ടൊക്കെ ടൂറിസ്റ്റുകളാണ് ഈ ഭാഗത്ത് കൂടുതൽ. മലയാളി കുടുംബങ്ങളും നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ രാവിലെ ഷോപ്പിങ്ങിന് വന്നതായിരിക്കാം. റെസ്റ്റോറൻറ്റുകൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ആൾക്കാരെ കാത്തു നിൽക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് അടുക്കും ചിട്ടയോടും കൂടി വെച്ചിരിക്കുന്ന ടേബിളും വളരെ സമാധാനത്തിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വിദേശികളും. ചൈന ടൗണിലെ ഹെറിറ്റേജ് സെൻറ്റർ ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ്. അതിനകത്ത് മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുകയാണ്. മാത്രമല്ല അതിനോട്ട് കയറാനുള്ള പരിപാടിയും ഇല്ല. സമയക്കുറവ് തന്നെയാണ് കാരണം. ഇരുവശങ്ങളിലേക്കും പാതകൾ ഉൾപ്പെടെ ചില വശങ്ങളിൽ 4 വശങ്ങളിലേക്കുമുള്ള പാതകളുമുണ്ട്. ഓരോ പാതയുടെയും ഇരുവശങ്ങളിലും റെസ്റ്റോറൻറ്റുകളും സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളുമായി നിറഞ്ഞിരിക്കുകയാണ്. ചൈന ടൗണിൽ പോകുന്ന മുമ്പ് അതിൻ്റെ മാപ്പിൽ കൂടി ഏതൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെയാണ് കിട്ടുന്നതെന്ന് അറിഞ്ഞു വെച്ചാൽ നമുക്ക് സമയം ലാഭിക്കാം. പഴയ ചൈനീസ് കച്ചവടക്കാരുടെ പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട്. അധികം വെയിൽ വന്നാലോ മഴ വന്നാലോ അതിനെ തടുക്കുന്ന രീതിയിൽ മേൽക്കൂരയും ചില ഭാഗങ്ങളിലുണ്ട്. പുരാതന ബിൽഡിങ്ങുകൾ അതിൻ്റെ പ്രൗഢിയോടുകൂടി തന്നെ മിനുക്കി വെച്ചിരിക്കുന്നു. ചില പുതിയ തരത്തിലുള്ള ബിൽഡിങ്ങുകൾ നമുക്കിതിൻ്റെ കാണാം. അതിൽ ഏറിയ പങ്കും ഷോപ്പിംഗ് കോംപ്ലക്സുകളാണ്. ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ചൈനക്കാർക്ക്
അവരുടെ ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ വളരെ ചെറിയ ചെറിയ കടകൾ ഉണ്ടാവും. അവയിൽ എല്ലാം നമുക്ക് ബാർഗെയിനും ചെയ്യാം. ബ്രാൻഡഡായിട്ടുള്ള ഷോപ്പുകളുള്ള ഷോപ്പിംഗ് മാളുകൾ വേറെയുമുണ്ട്. സിംഗപ്പൂർ ഷോപ്പിംഗ് മാളുകളുടെ കേന്ദ്രമാണ്. യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നുമൊക്കെ വരുന്നവർ ഭൂരിഭാഗവും ഷോപ്പിങ്ങിന് സിംഗപ്പൂരിൽ ആശ്രയിക്കുന്നത് ചൈന ടൗണിലാണ്. സിംഗപ്പൂരിലെ മറ്റ് ഭാഗങ്ങളിൽ കിട്ടുന്നതിനേക്കാൾ വില കുറച്ച് ഇവിടെ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും. ഹോട്ടലുകളും ഷോപ്പിംഗ് കോംപ്ലക്സും ഇടകലർന്ന ഒരു കോംപ്ലക്സാണ് ചൈന ടൗൺ. ചൈന ടൗണിൽ പല ഭാഗങ്ങളിൽ പല രീതിയിലുള്ള ഷോപ്പുകളാണുള്ളത്. നമ്മുടെയൊക്കെ തട്ടുകട മാതൃകയുള്ള ഒരു വിഭാഗം, അതിനടുത്ത് മിഡിൽ ക്ലാസ്സിന് വേണ്ടിയുള്ള ഷോപ്പിംഗ് മാളുകളും ഷോപ്പുകളും തുടങ്ങിയവ എല്ലാം ഇവിടെ ഇടകലർന്നുണ്ട്. ഇവിടുത്തെ ചൈനീസ് ക്ഷേത്രത്തിൽ ഇന്നെന്തോ പ്രധാനപ്പെട്ട ഒരു ഉത്സവം നടക്കുകയാണ്. ആൾക്കാരൊക്കെ ക്ഷേത്രത്തിനകത്തെ പ്രാർത്ഥനയിലാണ്. പുറത്ത് പ്രാർത്ഥന കഴിഞ്ഞിട്ട് വന്നാൽ എടുക്കാവുന്ന സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. കൂടുതലും ഭക്ഷണ സാധനങ്ങളാണ്, ഫ്രൂട്ട്സുകളാണ് പ്രധാനം. ഞാൻ പോകുന്ന സമയത്ത് അകത്ത് പ്രാർത്ഥന നടക്കുന്നതുകൊണ്ട് പുറത്ത് ഇത്തരം സാധനങ്ങളൊക്കെ ഭംഗിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും അതും നോക്കി നടന്നു പോവുകയാണ്. ആരും അനാവശ്യമായിട്ട് തൊട്ട് നോക്കുകയോ എടുത്തു നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഭക്തിയുടെ കാരണം കൊണ്ടാകാം, വിദേശികൾ പോലും അത് തൊട്ടുപോലും നോക്കുന്നില്ല. വളരെ ഭംഗിയായിട്ടാണ് ഇത്തരം സാധനങ്ങൾ അവർ അടുക്കി വച്ചിരിക്കുന്നത്. കണ്ടാൽ ഓരോ സെറ്റാണെന്ന് തോന്നും. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടും അറിയാത്തതുകൊണ്ട് ഞാൻ അവയെല്ലാം പകർത്തിക്കൊണ്ട് നടക്കുകയാണ്. പലരും എന്നെപ്പോലെ അവിടെ വന്ന് ചിത്രമെടുക്കുകയും വീഡിയോഗ്രാഫി ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അതിന് ക്ഷേത്രത്തിന് ഓപ്പോസിറ്റുള്ള ഒരു സ്ക്വയറിൽ വന്നിരിക്കുകയാണ്. നല്ല ചൂടാണ്. ഹ്യൂമിഡിറ്റി അതിൻ്റെ ഉച്ചാവസ്ഥയിലാണ്. എന്തെങ്കിലും തണുത്തത് കുടിക്കണം. അതാണ് ലഘുപാനീയങ്ങൾ കിട്ടുന്ന ഷോപ്പുകളിൽ പലരും ലഘുപാനീയങ്ങൾ മേടിച്ച് തണൽ മരങ്ങളിലെ തിട്ടകളിൽ ഇരിക്കുകയാണ്. ഞാൻ അടുത്ത് കണ്ടൊരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് കയറി. ഇതറിയപ്പെടുന്ന ചൈന ടൗൺ കോംപ്ലക്സ് ആണെന്ന്. പക്ഷേ ഇതിനകത്ത് എല്ലാ വിധത്തിലും വസ്ത്രങ്ങളും നമ്മുടെ ആഭരണങ്ങളും എല്ലാത്തരം ഷോപ്പിംഗ് സാധനങ്ങളും ഇതിനകത്ത് വിൽക്കുന്നുണ്ട്. ചൈന ക്ഷേത്രത്തിന് എതിർവശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ മറ്റൊരു വൻ ബ്രാൻഡുകൾ ഇരിക്കുന്ന സാധാ ആഡംബരപരമായ മറ്റൊരു ഷോപ്പിംഗ് കോംപ്ലക്സുമുണ്ട്. രാവിലെ ആൾക്കാർ വന്നു തുടങ്ങിയിരിക്കുന്നു. തെരുവുകളിൽ കച്ചവടം തകൃതിയാണ്. പലരും ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തണൽ മരങ്ങളുടെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണെങ്കിലും ഹ്യൂമിഡിറ്റി ധാരാളമുണ്ട്. ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് നന്നായിട്ട് വിയർക്കും. ചൈന ടൗൺ കോംപ്ലക്സിന് തൊട്ടടുത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സാണ് BHG. ഇവിടെ മിഡിൽ ക്ലാസ്സിൻ്റെയും അപ്പർ ക്ലാസ്സിൻ്റെയും ബ്രാൻഡുകളിലുള്ള എല്ലാത്തരം സാധനങ്ങളും നമുക്ക് മേടിക്കാൻ കിട്ടും. ആൾക്കാരും ടൂറിസ്റ്റുകളുമൊക്കെ വന്ന് നിറയുന്നേ ഉള്ളൂ. ഇന്നൊരു അവധി ദിവസമാണ്. അതിൻ്റെ ഒരു ക്ഷീണം ആലസ്യവും എല്ലാവരിലും പ്രകടമാണ്. സാധാരണ അവധി ദിവസങ്ങളാണെങ്കിൽ അതിന് തലേ ദിവസം വളരെ ലേറ്റായിട്ടായിരിക്കും ആൾക്കാരൊക്കെ വീടുകളിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവധി ദിവസം ഷോപ്പിംഗ് തുടങ്ങുന്നതും ക്രൗഡ് പുറത്തിറങ്ങുന്നതും ലേറ്റായിട്ടായിരിക്കും. ഉച്ചയോടുകൂടി അതിൻ്റെ പാരമ്യത്തിലെത്തും. അപ്പോഴേക്കും ഈ കാണുന്ന ഈ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നിറഞ്ഞ് കവിയുന്ന അവസ്ഥയിലായിരിക്കും.
നടത്തം തുടരുന്നതിനിടയിൽ നമുക്ക് ഇരുവശത്തും പേയ്മെൻറ്റിൽ വളരെ ഭംഗിയായി വെട്ടി ഒതുക്കുക പുല്ലുകൊണ്ടുള്ള ഒരു പ്രത്യേകതരം ചെടി കൊണ്ടുള്ള ഗാർഡനുകൾ കാണാം. എവിടെ നിന്നാലും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ ഭംഗിയായിട്ടാണ് എല്ലാം ഒരുക്കി വച്ചിരിക്കുന്നത്. മലേഷ്യയോ തായ്ലാൻഡിനെ അപേക്ഷിച്ച് സിംഗപ്പൂരിൽ കുറച്ചുകൂടി വില കൂടുതലാണ്. നിങ്ങൾ തായ്ലാൻഡ് അല്ലെങ്കിൽ മലേഷ്യ വഴി സിംഗപ്പൂരിൽ വരികയാണെങ്കിൽ ഈ മലേഷ്യയിലോ തായ്ലാൻഡിലോ മറ്റോ ഷോപ്പിംഗ് ചെയ്യുന്നതായിരിക്കും സിംഗപ്പൂരിൽ നിന്ന് ഷോപ്പിംഗ് ചെയ്യുന്നതിനേക്കാൾ വില കുറവ്. സാധനങ്ങളുടെ അടക്കം ചിട്ടയൊക്കെ ഏകദേശം ഒരുവായിരിക്കും. മെട്രോ സ്റ്റേഷനിലേക്ക് ഉള്ള നടത്തത്തില തിരികെ ലിറ്റിൽ ഇന്ത്യ ടൗണിലെത്തി. ഇത് ഇവിടുത്തെ പ്രധാന മോസ്കാണ്. ഞാൻ താമസിക്കുന്ന ഹോട്ടലാണത്. ലിറ്റിൽ ഇന്ത്യ ഹോളിഡേ ഇൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഹോട്ടലിനകത്ത് മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ഹോട്ടലിനകത്തേക്കും ഹോട്ടലിനകത്ത് നിന്ന് ഡയറക്റ്റായിട്ട് മെട്രോ സ്റ്റേഷനിലേക്കും പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഹോട്ടൽ തിരഞ്ഞെടുത്തത്. പിന്നെ നമ്മുടെ മലയാളികളിലേക്ക് ഷോപ്പിംഗ് പർദീസ് സിംഗപ്പൂരിലെ ലുലു എന്നറിയപ്പെടുന്ന മുസ്തഫ സെൻറ്റർ ഒരു 6-7 മിനിറ്റ് കൊണ്ട് നടന്നാൽ നമുക്കെത്തും. ഈ ലിറ്റിൽ ഇന്ത്യയിലുള്ള ഈ മോസ്കിലാണ് സാധാരണ വെള്ളിയാഴ്ച ജുമാ നമസ്കാരവും മറ്റും നടക്കുന്നത്. അത് ക്രോസ് ചെയ്ത് നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ കേരള തനിമയുള്ള കുറേ ഷോപ്പുകൾ കാണാം. നമ്മുടെ മലബാർ ജുവലേഴ്സും അതുപോലുള്ള ഒത്തിരി ഷോപ്പുകൾ ഈ ഏരിയയിലാണുള്ളത്. ഈ ബഹുനില കെട്ടിടത്തിൻ്റെ പുറകുവശത്തായിട്ടാണ് മുസ്തഫ ഷോപ്പിംഗ് സെൻറ്ററും എണ്ണിയാലൊടുങ്ങാത്ത സൗത്ത് ഇന്ത്യൻ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സും ഉള്ളത്. ഭക്ഷണം കഴിക്കാനോ ഷോപ്പിങ്ങിനോ ആണെങ്കിൽ ഒരു 5 മിനിറ്റ് നടന്നാൽ നമുക്ക് ഈ സ്ഥലങ്ങളിൽ എത്താം.